അപ്പൊ ഈ അമ്മ വേഷങ്ങളിൽ ഒതുങ്ങിപ്പോയിന്ന് എപ്പോഴേലും തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്രയും ചെയ്തിട്ട്? ഇല്ല ഇല്ല. 33 വയസ്സുള്ളപ്പോൾ 95 വയസ്സായിട്ട് അഭിനയിച്ചത്. മുരളിച്ചേട്ടൻ്റെ ഉമ്മയായിട്ട് മഗരീബ് എന്ന് പറഞ്ഞ സിനിമ. മുരളിച്ചേട്ടൻ്റെ ഉമ്മയായിട്ട് വർക്ക് ചെയ്തത് അത് പറഞ്ഞ മാതിരി നല്ലൊരു സംഭവമായിരുന്നു. ഭയങ്കര സ്നേഹമാണ് മകനോട്. ഉപ്പ ഭയങ്കര ഇത്തിരി കണിശക്കാരനാണ്. അപ്പോൾ മോൻ ബോംബെക്ക് പോണ സമയത്ത് കുറച്ച് പൈസയൊക്കെ എടുത്ത് തുമ്മ വെച്ചോട്ടിട്ടാ ഉപ്പ കാണണ്ടാന്നും പറഞ്ഞിട്ട് കൊടുക്കണതൊക്കെ, ചോറ് വാരി കൊടുക്കണതും. മോനും ഭയങ്കര കാര്യമായിരുന്നു ഉമ്മാൻ. അല്ലെങ്കിൽ നമ്മുടെ ഒരു അമ്മ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലമ്മ, നമ്മുടെ കുടുംബത്തിലൊരു അമ്മ പോലെ തോന്നുന്ന ഒരു കഥാപാത്രമായിരുന്നു. ആ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ചിലപ്പോൾ അത് തന്നെയായിരിക്കും. ഏതായിരുന്നു ഏറ്റവും കൂടുതൽ സീരിയലിൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു കഥാപാത്രം? സീരിയലിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ മിഖായലിൻ്റെ സന്തതികളിലെ സൂസമ്മ. സൂസന്ന ബിജുമേനോൻ്റെ പെങ്ങളാണ്, 5ാമത്തെ മകളാണ് ഞാൻ, ജോസ് പ്രകാശ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കേസിന് പോയാൽ ഒരു കാര്യമില്ല. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടില്ല. കേസിന് നടക്കുക, ആൾ വേണം, പൈസ വേണം. അന്ന് നമുക്ക് ആളും ഇല്ല, പൈസ ഇല്ല. ഹോസ്പിറ്റലിലുള്ളവരൊക്കെ പറഞ്ഞു എന്നോട്, കേസ് കൊടുക്കുമ്പോൾ എന്ത് നോക്കിയിട്ട് അയാൾ 3.5 വർഷമായി കുട്ടീനെ ഇട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു കേസൊക്കെ തമ്പുരാൻ നടത്തട്ടെ, എനിക്ക് കേസിന് പോകാൻ പറ്റില്ല. അങ്ങനെ പിന്നെ മോനെ ഓരോരുത്തർ പറയുന്നിടത്തൊക്കെ കൊണ്ടുപോയി കാണിച്ചു. എന്തായാലും ഇപ്പം 48 വയസ്സ് കഴിഞ്ഞവന്. ഈ 38 വർഷവും എൻ്റെ മോൻ വേദനയിലാണ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒത്തിരി ഹാപ്പി ആയിട്ട് എല്ലാവരോടും കയറി ചെന്ന് സംസാരിച്ചു. ഹായ്, ഹലോ, നമസ്കാരം. നിരവധി സിനിമ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ ഓമന ഔസേപ്പാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ചേച്ചി എന്ന് വിളിക്കണോ, അമ്മ എന്ന് വിളിക്കണോ, എന്താണ് അമ്മ എന്ന് വിളിക്കുന്നത്? എനിക്ക് അമ്മ എന്ന് വിളിക്കണതാണ് ഇഷ്ടമല്ലേ? അപ്പോൾ ഓമന അമ്മ എന്ന് വിളിക്കാം. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇത്രയും നിരവധി, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 90കളിൽ തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു യാത്രയാണ് സിനിമ സീരിയലുകളോടുള്ള. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പുതിയ സീരിയലുകളൊക്കെ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സംസാരിച്ച സമയത്ത്. അപ്പോൾ എന്താണ് ഇപ്പോൾ പുതിയ വിശേഷം എന്ന് പറയുന്നത്? പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്തു. 6 മാസം കഴിഞ്ഞു. അപ്പോൾ അതിൽ മുമ്പേ കാലുവേദന തുടങ്ങിയപ്പോൾ പിന്നെ വർക്കൊക്കെ പോകാണ്ടായി. 3 വർക്ക് ചെയ്യായിരുന്നു ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം. കനൽപ്പൂവ്, പിന്നെ സുധാമണി സൂപ്പറാണ്, ബാലനും രമയും, അങ്ങനെ 3 വർക്കാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കാലുവേദന തുടങ്ങി. പിന്നെ വർക്കിന് പോവാതെ പിന്നെ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതിന് ശേഷം ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഇപ്പോൾ സി കേരളത്തിൽ ഒരു വർക്ക് ചെയ്യുന്നു, കൃഷ്ണഗാഥ. അതാണ് പുതിയൊരു വിശേഷം എന്ന് പറയുന്നത്. വിശേഷം അതിൽ ഈ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ചെയ്തിരുന്നത് വേറൊരാളായിരുന്നു, ബിന്ദു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അവർക്ക് തീരെ സുഖമില്ലാണ്ടായപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ 200 എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഒരു 90കളിൽ തുടങ്ങിയ ഒരു യാത്രയാണല്ലോ. അപ്പോൾ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, അപ്പോൾ ചേച്ചി എങ്ങനെയായിരുന്നു തുടക്ക കാലഘട്ടം? ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നായിരുന്നു തുടക്കം, പിന്നെ അതിനുശേഷം ദൂരദർശനിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആ തുടക്കകാലത്തെ പറ്റി ഓർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് എന്താണ് പറയാൻ? തുടക്കകാലം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റേഡിയോ തന്നെയാണ്. ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രോഗ്രാമുകൾ ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബിജുമേനോൻ്റെ ഫാദർ ഉണ്ടല്ലോ, പുള്ളിക്കാരനൊക്കെ ആയിട്ട് ഒരു സീരിയൽ തൃശ്ശൂർ നടത്താനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ മദ്രാസിൽ നിന്നാണ് എല്ലാവരും വന്നിരുന്നത്. മേക്കപ്പിനും കോസ്റ്റ്യൂമും ആർട്ടിസ്റ്റൊക്കെ. കൃഷ്ണചന്ദ്രൻ ഉണ്ടല്ലോ, പാട്ടുപാടുന്ന കൃഷ്ണചന്ദ്രൻ, നടനുമാണ്. കൃഷ്ണചന്ദ്രനായിരുന്നു അതിൽ ഹീറോ. ഹീറോയിൻ ഒരു തെലുങ്ക് ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അതിലൊരു ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നെ ഇനി മദ്രാസിൽ പോയിട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ എന്നെ കൊണ്ടുപോയത് ഒരു ആൻറ്റിയായിരുന്നു. നല്ല അനൗൺസറായിരുന്നു അവരുടെ ഹസ്ബൻഡൊക്കെ കൂടിയിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ ഡാൻസ് ചെയ്യായിരുന്നു. ഡാൻസും ഉണ്ടായിരുന്നു, ബാലെ കുറേ ചെയ്തിട്ടുണ്ട്. അയ്യപ്പ ചരിതം എന്ന് പറഞ്ഞ ബാലയിൽ അയ്യപ്പനായിട്ട് ഞാനായിരുന്നു. അതിന്നും ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക്. കാരണം പുലിപ്പുറത്ത് വരുന്ന അയ്യപ്പൻ ശരിക്കും അയ്യപ്പൻ വരണ മാതിരി തന്നെയാണ്. അത് 2 ആൺകുട്ടികളെ നിർത്തിയിട്ട് പുലിയുടെ ഡ്രസ്സ് മേല് വെച്ച് തയ്ക്കായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ ശരിക്കും പുലിപ്പുറത്ത് വരണ മാതിരിയാണ്. ചൈതന്യം അല്ലേ? ഭയങ്കര ഇത് ഇന്നും ഓർക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അതുപോലെ ഉണ്ണിയേശു എന്ന് പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുണ്ട്, സരസ്വതി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉണ്ണിയേശു ചെയ്താലും ഞാൻ ക്രിസ്ത്യൻ ആണെങ്കിലും എനിക്ക് അതിലും കൂടുതൽ സന്തോഷം അയ്യപ്പ ചരിതം ചെയ്തത് ആലോചിക്കുമ്പോഴാണ്. ഭയങ്കര ഒരു
ഒരു നല്ലൊരു ഓർമ്മയാണ്. മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ. ഓർമ്മയാണ് ഇത്. 11 വയസ്സ് 12 വയസ്സൊക്കെ അത്രേ ഉള്ളൂ. അത് ടൈഫോയിഡ് വന്നിട്ട് മുടി വെട്ടി, ഇതേപോലെ മുടി കറക്റ്റ് അയ്യപ്പൻ്റെ മുടിയുടെ ആ സ്റ്റൈലായിരുന്നു. അല്ല, ആ ഒരു ചൈതന്യം ഇപ്പോഴും ചേച്ചിയുടെ മുഖത്തുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമ അല്ലെങ്കിൽ സീരിയലിലേക്ക് വരുമ്പോൾ ഒരു വീട്ടുകാരുടെ ഒരു പിന്തുണ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ഇപ്പോൾ ബാലയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സിനിമ ഫീൽഡ് ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസം തന്നെ ആയിരുന്നല്ലോ. തീർച്ചയായിട്ടും അതെൻ്റെ ഭാവി കളഞ്ഞതാണ് എൻ്റെ മൂത്ത ബ്രദർ. ഈ അയ്യപ്പചരിതം ഫസ്റ്റ് ഷോ തൃശ്ശൂർ ടൗൺ ഹാളിലായിരുന്നു. അപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് ക്ഷേമാവതി ടീച്ചറും കുറേ പേര് 3-4 പേര് വന്നിരുന്നു കാണാനായിട്ട്. അപ്പം ഞാൻ ചെയ്തത് കണ്ടിട്ട് ഇവർക്ക് ഭയങ്കര ഹാപ്പിയായി. ഇവർ മാഷോട് ചോദിച്ചു, ഈ കുട്ടി നല്ലൊരു കഴിവുള്ള കുട്ടിയാണ്, എങ്ങനെയാണ് കലാമണ്ഡലത്തിൽ കൊണ്ടുപോകാൻ. അന്നൊക്കെ ഇതിന് ഈസി ആയിരുന്നു. ഇപ്പം നമുക്ക് കലാമണ്ഡലത്തിൽ പോകണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ മാഷ് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ചോദിക്കേ, അവളുടെ വീട്ടിൽ പോയിട്ട് ചോദിച്ചാൽ സമ്മതിക്കും. അങ്ങനെ അവർ 5-6 പേര് കൂടിയിട്ട് വരികയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കനാല് വഴിയാണ്, അതല്ലേ വരണേ. ഞാൻ സ്കൂളിൽ പോവാ. അപ്പോൾ ഇങ്ങനെ കുറേ പേര് വരണോണ്ട് ഇപ്പോൾ എന്താണോ നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഇവർ വീട്ടിൽ പോയിട്ട് സംസാരിച്ചു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയുടെ ഇഷ്ടപ്രകാരമാണ് ഡാൻസ് പഠിപ്പിച്ചത്. അപ്പോൾ മൂത്ത ആങ്ങളെ പറഞ്ഞു, ഇവിടുന്ന് കലാമണ്ഡലത്തിലൊന്നും പോയിട്ട് ആരും അങ്ങനെ ഇതാവുണ്ടാവും, നല്ലൊരു ഭാവി എൻ്റെ കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ എന്തോ ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെയാണ് പിന്നെ കല്യാണം കഴിഞ്ഞ് 3 മക്കളായതിന് ശേഷമാണ് ഞാൻ സിനിമ ഫീൽഡിലേക്ക് വരുന്നത്. ഓ, ആണല്ലേ. അപ്പോൾ ഒരു ഭർത്താവിൻ്റെ ഒരു ഇപ്പം പറഞ്ഞ പോലെ മാതാപിതാക്കളുടെ ഒരു പിന്തുണ പോലെ തന്നെയാണ് നമ്മുടെ ഒരു ഭർത്താവിൻ്റെ പിന്തുണ. വിഷമം ഉണ്ടായിരുന്നില്ല, പുള്ളിക്ക് ഇഷ്ടമായിരുന്നു അഭിനയിക്കാനായിട്ട്. കൊണ്ടുപോകും. പുള്ളി ഇവിടെ ലീവിന് വരുന്ന സമയത്ത് മിലിറ്ററിയിലായിരുന്നു പുള്ളി. അപ്പോൾ ലീവിന് വരുമ്പോൾ എന്നെ കൊണ്ടുപോകും. ഞങ്ങളൊന്നിച്ചാണ് ഷൂട്ടിനൊക്കെ പോവുക ഉണ്ടായിരുന്നത്. അപ്പോൾ സന്തോഷമായിരുന്നു. അതെ. അപ്പോൾ ആദ്യമായിട്ടൊരു സിനിമ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് സീരിയൽ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? നമ്മൾ ഈ ബാല ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നമ്മളൊരു പെർഫോം ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു സിനിമ സീരിയൽ അഭിനയം. അപ്പോൾ ആദ്യത്തെ ഒരു മെമ്മറി എങ്ങനെയാണ്? ആദ്യം സീരിയലാണ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, അപൂർവ പുഷ്പങ്ങൾ എന്നായിരുന്നു ആ സീരിയലിൻ്റെ പേര്, കൃഷ്ണചന്ദ്രനൊക്കെ. അപ്പോൾ അറിയില്ലല്ലോ നമുക്കൊന്നും. അപ്പം എനിക്ക് 3 മക്കളുണ്ട്. മക്കൾക്കുള്ള ഫുഡൊക്കെ കെട്ടി ഒരുക്കി, എനിക്ക് അവിടെ പോയ ഫുഡ് കിട്ടുമോ എന്താണെന്ന് ആർക്കറിയാം. അങ്ങനെ ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. വരുമ്പോൾ തമിഴരാണ് ഫുഡ് തരണതൊക്കെ. വാങ്ങമ്മ ഉക്കാരുങ്കോ എന്ന് പറഞ്ഞിട്ട് വന്ന് അവർ വിളിച്ച് വന്നിരുത്തിയിട്ട് ഫുഡൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോഴാണ് അതിശയം തോന്നുന്നത്, ദൈവമേ ഇങ്ങനെയൊക്കെയാണോ സിനിമ. അങ്ങനെ ഫുഡ് ഒന്നും എടുക്കേണ്ടി വന്നില്ല എന്ന് പറയുക. അപ്പോൾ അതറിയില്ല നമുക്ക്. അങ്ങനെ പോയി ഫുഡൊക്കെ കൊണ്ടുപോയിട്ടാണ് ആദ്യത്തെ എക്സ്പീരിയൻസ്. അതുപോലെ ആദ്യത്തെ ഒരു ടേക്ക് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സീൻ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ ചേച്ചിക്ക്? ആദ്യത്തെ ഒരു സീരിയലിൻ്റെ എന്തെങ്കിലും ഓർമ്മ? അങ്ങനെ സീനായിട്ടൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. 70 വയസ്സാവാനാ പോകുന്നത്. അല്ല, എന്നാലും നമുക്കൊരു ഇപ്പം ആ സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ഒരു ഓർമ്മ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ടേക്ക് എടുക്കുന്ന സമയത്ത് ഇത്രയും ടേക്കൊക്കെ എടുക്കേണ്ടിയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വന്നിട്ടില്ല എനിക്ക്. അത് എനിക്ക് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഏത് വർക്കിന് പോയാലും കമലദളാണ് ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന സിനിമ. പക്ഷേ ഇതെനിക്ക് മിസ്സായി. അതെ, ഞാനത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ സിബി മലയിലാണല്ലോ ഡയറക്ടർ. എനിക്കും പേടിയുണ്ടായിരുന്നു, ഉള്ളിൽ നമുക്കൊരു ഭയം ഉണ്ടാവും. പക്ഷേ ആ സീൻ ഓക്കെ ആയിരുന്നു, ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിള്ളേർക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, ഇങ്ങനെയാവും പുതിയ ആൾ വന്നിട്ട് എന്താവും എന്നുള്ളൊരിത്. പക്ഷേ ഫസ്റ്റ് ടേക്ക് ഓക്കെ ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അന്ന് പാക്കപ്പ് ചെയ്തിട്ട് സതയം റിലീസായിരുന്നു തൃശ്ശൂർ ജോസിൽ. അത് കാണാനായിട്ട് എല്ലാവരും പോവുക. അപ്പോൾ പിന്നെ അന്ന് ഷൂട്ട് നിർത്തിവെച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇനി വർക്ക് വരിക, അപ്പോൾ വണ്ടി അയക്കാൻ വന്നാൽ മതി. ആ സമയത്ത് ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് ഞാൻ അറിയണു എന്നെ മാറിയിട്ട് വേറൊരാളോട് വർക്ക് ചെയ്യണോ. എന്താണെന്ന് അറിയില്ല നമുക്ക്. പക്ഷേ മനസ്സിലൊരു വിഷമം എന്ന് പറഞ്ഞാൽ കുറേ പേരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ സിനിമ ചെയ്യാണ് ഞാൻ കമലദളം എന്ന്. അപ്പോൾ അവർ സിനിമ കാണുമ്പോൾ ഓമന വെറുതെ നുണ പറഞ്ഞതാന്നുള്ളൊരു ഇത് വരില്ലേ, ആ ഒരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അല്ലാതെ ഇപ്പോൾ സിനിമ എന്താണെന്ന് അങ്ങനെ ഒന്നും അറിയില്ല നമുക്ക്. ഫസ്റ്റ് പോയി
കയറി ചെന്നപ്പോൾ സിബിമലയിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞു ഊണ് കഴിച്ചിട്ടില്ലെങ്കിൽ ഊണ് കഴിക്കും, നമുക്ക് ലൊക്കേഷനിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഊണ് കഴിച്ചു. ലൊക്കേഷനിൽ പോയി ഹെയർ ഡ്രസ്സർ വന്നിട്ട് തലമുടിയൊക്കെ കെട്ടുമ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഇന്നെങ്കിൽ 7 பொம்பளைகள் வந்தாச்சு, யாரும் சரி வரல, நீங்கள் தான் கரெக்டு, முரளி ஒய்ஃபாக இருக்கும்போது கொஞ்சம் நல்லா இருக்கണല്ല, அப்படிയെല്ലാം சொல்லி വർക്ക് ചെയ്തു. പക്ഷേ അതങ്ങനെ പോയി. അല്ല, എപ്പോഴെങ്കിലും സിബി സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്തായിരിക്കും അതിനൊരു കാരണം? ചേച്ചിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും? സിബിമലയിൽ പറഞ്ഞില്ല, പക്ഷേ ലോഹിതദാസ് പറഞ്ഞു. ഞാൻ ചെങ്കോലിലെ കിരിക്കാടൻ്റെ ഭാര്യ. അപ്പോൾ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ നമുക്ക്. ഞാനപ്പോൾ ഇരുന്ന് ഞാൻ കൂടുതൽ അങ്ങനെ സംസാരിക്കാനൊന്നും നിൽക്കില്ല ആരോടും. വേറെ ഒന്നുമല്ല, നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പ്രയാസമാണ് എപ്പോഴും എനിക്ക്. എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഭയങ്കര വിഷമമാണ്. 10 വയസ്സുള്ളപ്പോഴാണ് അവന് അസുഖം തുടങ്ങുന്നത്. അതൊരു ഡോക്ടർക്ക് പറ്റിയ കൈപ്പിഴയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ കുറേ വ്യത്യാസം സാങ്കേതിക വിദ്യ മാറി. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കേസിന് പോയാൽ ഒരു കാര്യമില്ല. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടില്ല. കേസിന് നടക്കുക ആൾ വേണം, പൈസ വേണം. അന്ന് നമുക്ക് ആളും ഇല്ല, പൈസ ഇല്ല. ഹോസ്പിറ്റലിലുള്ളവരൊക്കെ പറഞ്ഞു എന്നോട്, കേസ് കൊടുക്കുമ്പോളെ എന്ത് നോക്കിയിട്ട് അയാൾ 3.5 വർഷമായി കുട്ടീനെ ഇട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു കേസൊക്കെ തമ്പരാൻ നടത്തട്ടെ, എനിക്ക് കേസിന് പോകാൻ പറ്റില്ല. അങ്ങനെ പിന്നെ മോനെ ഓരോരുത്തർ പറയുന്നിടത്തൊക്കെ കൊണ്ടുപോയി കാണിച്ചു. എന്തായാലും ഇപ്പം 48 വയസ്സ് കഴിഞ്ഞു അവന്. ഈ 38 വർഷവും എൻ്റെ മോൻ വേദനയിലാണ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒത്തിരി ഹാപ്പി ആയിട്ട് എല്ലാവരോടും കയറി ചെന്ന് ഞാൻ സംസാരിക്കും, എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹമായിട്ടൊക്കെ പെരുമാറും. പക്ഷേ നമുക്ക് നമ്മുടെ അറിയാലോ ഓരോരുത്തരുടെ ദുഃഖം എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ലഹളടിക്കാനൊന്നും പോകാറില്ല. പലരും അതായത് പുറമേ ചിരിക്കെങ്കിലും എന്ന് പറയുന്ന പോലെ തന്നെ, പക്ഷേ ഒരു വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ വരുമ്പോൾ മോനാണ് വണ്ടി ഓടിച്ചതെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. മോനാണ് എന്നെ ട്രിവാൻഡ്രത്തൊക്കെ ഞങ്ങൾ വർക്കിന് പോകുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ 3 വർക്ക് ചെയ്യുന്ന സമയത്ത് 2 ദിവസം ട്രിവാൻഡ്രത്താണെങ്കിൽ അപ്പോഴേക്കും വിളിക്കും, ഇവിടെ ബാലനരമേലിക്കും, ചേച്ചി നാളെ വർക്കുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഇങ്ങോട്ട് ഓടിക്കും. എൻ്റെ മോൻ ഇത്ര വയ്യാന്ന് വെച്ചാലും വേദന ഉണ്ടെങ്കിലും അവൻ നോ പറയില്ല. എപ്പോൾ മോനെ ഇങ്ങനെയുണ്ടല്ലോ, അതിനെന്താ മമ്മി നമുക്ക് പോവാം, 3 മണിക്ക് പോവാം പുലർച്ചെ. നമുക്ക് എത്ര കാണുന്നവർക്കൊരു സിമ്പതി ഉണ്ടെങ്കിൽ അവരുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. അതായത് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവാൻ പോണില്ല. നമ്മൾ ആ ഒരു അവരുടെ ഒരു ആത്മവിശ്വാസം കൊണ്ട് തന്നെ അതിന് ഏറ്റവും വലിയൊരു സന്തോഷം ഉള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അത്. അതായത് ഇത്രയും ഒരു ഇതിൽ നമ്മൾ ഇത്രയും വണ്ടി ഓടിച്ച് വരിക അല്ലെങ്കിൽ ലൈസൻസ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ചേച്ചി. തീർച്ചയായിട്ടും. അതെ, അവനിപ്പോൾ കുറേ ബേർഡ്സ് ഉണ്ട്, അലങ്കാര കിളികളുണ്ടല്ലോ. അപ്പോൾ ജോലിക്ക് പോയിരുന്നു എൻ്റെ മോൻ. 3D വിഷ്വലൈസർ പഠിച്ചിട്ട് 8ാം ക്ലാസ് വരെ അവന് പഠിക്കാൻ പറ്റുള്ളൂ. 8ാം ക്ലാസ്സിൽ ഇപ്പോഴേക്കും വയ്യായി കൂടുതലായി, പോകാൻ പറ്റിയില്ല, കിടപ്പായി. അത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്നൊക്കെ ദൈവം ഉയർത്തെണീപ്പിച്ച് തന്നു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് 10ാം ക്ലാസ് എഴുതണം മമ്മി. അന്ന് എഴുതു മോനെന്ന് പറഞ്ഞ് സാക്ഷരതാ മിഷൻ്റെ ക്ലാസ് ഉണ്ടല്ലോ, സൺഡേ ഒരു ക്ലാസ്സേ ഉള്ളൂ. ടീച്ചേഴ്സൊക്കെ പറയും ആരോഗ്യമുള്ള കുട്ടികളൊന്നും വരില്ല, ജൂബിൻ മാത്രമാണ് ഒരു ക്ലാസ് മുടങ്ങാണ്ട് വന്നിരിക്കണേ. ഒരു ക്ലാസ് മുടങ്ങിയത് മോളുടെ കല്യാണത്തിൻ്റെ ആ ഒരു ദിവസം അവൻ മുടങ്ങിയിട്ടുണ്ട്, അല്ലാണ്ട് ഒറ്റ ക്ലാസ് മുടക്കിയിട്ടില്ല. അപ്പോൾ ഭയങ്കര കാര്യമായിരുന്നു, പഠിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് 3D പഠിക്കണം മമ്മി എന്ന് പറഞ്ഞു. നമ്മൾ പഠിച്ചോ, അവൻ എന്ത് പറഞ്ഞാലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങനെ 3D പഠിച്ചു. 65,000 രൂപ കെട്ടി ലാപ്ടോപ്പ് കൊടുത്തു. അപ്പോൾ 65,000 രൂപ കെട്ടണവർക്ക് ലാപ്ടോപ്പ് കൊടുക്കുമായിരുന്നു. അങ്ങനെ അത് വാങ്ങി അതിൽ വർക്ക് ചെയ്യായിരുന്നു. നന്നായിട്ട് വർക്ക് ചെയ്യും. 3.5 വർഷത്തെ കോഴ്സായിരുന്നു കാർഡ് സെൻറ്ററിൽ. അത് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും അവർ തന്നെ പറഞ്ഞ് ഗൾഫിൽ നിന്നൊക്കെ വർക്ക് ചെയ്തു അവൻ. പിന്നെ ഇവിടെ നാട്ടിൽ ബിൽഡേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, കളമശ്ശേരിയിലൊരു ബിൽഡറിൻ്റെ കൂടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അത് താഴെ തന്നെയാണ്, അവന് പോകാനും വരാനും വണ്ടി ഇടാനൊക്കെ സൗകര്യം. ചില സ്ഥലത്ത് 3ാം നിലയുടെ മുകളിലാണ് കയറി പോവുക. അപ്പോൾ എനിക്ക് പേടിയാണ്. ഈ കയറിൻ്റെ മാറ്റാണ് സ്റ്റെയറിലൊക്കെ ഇട്ടിരിക്കുന്നത്. സ്റ്റിക്ക് പിടിച്ച് നടക്കുമ്പോൾ അതിലൊന്നും ഉടക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് അങ്ങനെ ആലോചിക്കുക. അപ്പോൾ അവൻ പറയും എന്നോട്, മമ്മി ആരും മുടക്കിയാലും മമ്മി മുടക്കരിക്കട്ടെ എന്ന് പറയും. അല്ല, അമ്മയാണ് ശരിക്കും കരുത്തുമായിട്ട്. അങ്ങനെ വർക്കിനൊക്കെ പോയി 2.5 വർഷം ആ ബിൽഡറിൻ്റെ കൂടെ വർക്ക് ചെയ്തു കളമശ്ശേരിയിൽ.
ഒരു ദിവസം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി എന്താവും, എനിക്ക് പുറത്തൊരു വേദന എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, എല്ലായിടത്തും വേദന, പിന്നെ തൊട്ടോ പുറത്തൊരു വേദന പ്രത്യേകിച്ച്. ഞാനൊരു തമാശ പറഞ്ഞതാ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ വേദന കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകട്ടാ. ഇല്ല മമ്മി, രാത്രി ആകുമ്പോഴേക്കും മാറും. അപ്പോൾ അവൻ 9 മണിക്ക് ചെന്നാൽ 2 മണി വരെ ഇരിക്കും. പിന്നെ അതിലും കൂടുതൽ ഇരിക്കാൻ പറ്റില്ല, വേദന തുടങ്ങും. വന്ന് കിടന്ന് കുറച്ച് നേരം കിടന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പം മോൻ കഴിക്കുക, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് പിന്നെ വേദന അങ്ങ് കൂടുതലായി. രാത്രിയാകുമ്പോഴേക്കും അനങ്ങാൻ പറ്റാണ്ടായി. അപ്പോൾ അവൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഒരാൾക്കും വണ്ടി ഡ്രൈവ് ചെയ്യാൻ കൊടുത്തിട്ടില്ല. വല്ലവരും എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വണ്ടി ഒന്ന് തരുമോയെന്ന് ചോദിച്ചാൽ മോൻ പറയും, ഞാൻ കൊണ്ടുപോവാം, ഞാൻ വരാമെന്ന് പറയും. അപ്പോൾ കാണുന്നവർക്ക് ഇവൻ ഇങ്ങനെ വയ്യാത്തതല്ലേ എന്നുള്ളൊരു ഇതിൽ, വേണ്ട മോനെ ആളുണ്ട് ഇവിടെ വണ്ടി എടുക്കാൻ, പറയും വേണ്ട ഞാൻ കൊണ്ടുപോവാം. കാരണം അവൻ ആ സീറ്റ് അറേഞ്ച് ചെയ്യുന്നതൊക്കെ അതേമാതിരിയാണ്, പില്ലൊക്കെ വെച്ച്. വേറെ മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടിയൊന്നുമല്ല, നോർമൽ വണ്ടിയാണ്. അന്ന് കുട്ടിക്ക് വണ്ടിയിലേക്ക് കയറാൻ പറ്റണില്ല. 2 പിള്ളേർ വന്ന് കസേരയിൽ ഇരുത്തിയിട്ടാണ് വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ചത്. ഹോസ്പിറ്റലിൽ പോയി, അപ്പോൾ MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തപ്പോൾ പറയണു, ഇവിടെ നട്ടെല്ലിൻ്റെ ഒരു ബോൺ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചോദിച്ചു, എവിടെ വീണേ, താൻ എന്തുണ്ടായേന്ന് ചോദിച്ചു. ഞാൻ വീണിട്ടൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു, ഈ ജോലി വേണോ നിനക്ക്, അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് ജോലി ചെയ്യാൻ സാറേ എന്ന് പറഞ്ഞവൻ. എന്നാൽ നീ പോ. പക്ഷേ ഈ അസുഖത്തിൻ്റെ ഇതിൽ അവൻ അങ്ങനെ കൂടുതൽ സമയം ഇരുന്ന് ഈ ഇത് നോക്കി ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇതിലാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷെ അവൻ്റെ ഒരു ആഗ്രഹം വർക്ക് ചെയ്യണം, എത്ര നാളിങ്ങനെ വെറുതെ ഇരിക്കും എന്നുള്ള ഒരു ഇതിൽ പോയതാണ്. 2.5 വർഷം വർക്ക് ചെയ്തു. പിന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നീ വർക്ക് ചെയ്യണ്ട കേട്ടോ, ഇനി നീ വർക്ക് ചെയ്താൽ നിൻ്റെ കാര്യം കൂടുതൽ വഷളാവും. ഇപ്പോഴും ആ ബ്രേക്കായ ബോൺ വെച്ചിട്ടാണ് എൻ്റെ മോൻ നടക്കുന്നത്. എല്ലാം ശരിയാവും അമ്മ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഒരു കരുത്തും നല്ലൊരു ശക്തിയും ഉണ്ട് അവൻ്റെ കൂടെ എന്ന് വേണം പറയാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഇത്രയും സിനിമകൾ ചെയ്ത് അമ്മ കഥാപാത്രങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ അപ്പോൾ സുരേഷ് ഏട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ, പല ആളുകളുടെ കൂടെയും നമ്മൾ സിനിമ ജയറാമേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു അമ്മ കഥാപാത്രം ചെയ്തൊരു കഥാപാത്രം ഓർമ്മ വരുമോ ഏതെങ്കിലും? വെറുതെ ഒരു ഭാര്യ. അതിൽ ഗോപികയുടെ അമ്മയാണ് ഞാൻ. പക്ഷേ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷനൊന്നുമില്ല, ഫോൺ കട്ടാണ്. പക്ഷെ ആ ഫോൺ കട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അതേപോലെയുള്ളൊരു സംസാരമായിരുന്നു. അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു എനിക്ക്. അതാണ് ഏറ്റവും കൂടുതൽ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ കഥാപാത്രം പറഞ്ഞ പോലെ തന്നെ ആരുടെ അമ്മയായിട്ട് അഭിനയിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ പറയുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ പലരും പറയാറുണ്ട് ലാലേട്ടൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജയറാമേട്ടൻ്റെ, സുരേഷ് ഏട്ടൻ്റെ, അങ്ങനെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട അമ്മ കഥാപാത്രം, അല്ലെങ്കിൽ ആരെ എനിക്ക് ഇഷ്ടമുണ്ടാവുക ശരിക്കും? ആനി ഉണ്ടായിരുന്നില്ലേ, ആനിയുടെ അമ്മയായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആനി ഞാനായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞേയില്ല. ആനിയുടെ അപ്പനും ഇളയപ്പനും പുറത്ത് പോകുമ്പോൾ എന്നോട് പറയും, മോളെ ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടാ എന്ന്. അമ്മയുടെ മാതിരി തന്നെ അവർ കണ്ടിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഇത് ഇതിൻ്റെ ഉള്ളിൽ നടക്കണ്ടെന്ന് നമുക്കൊന്നും അറിയില്ലായിരുന്നു. അതെ, ഇവർ തമ്മിലുള്ളൊരു അത് സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് അറിയണേ ആനി ഇങ്ങനെ ഇയാളായിട്ട് ഷജികയിലായിട്ട് അറിയില്ലായിരുന്നു അല്ലേ. എന്നാലും ഇഷ്ടപ്പെട്ടൊരു അമ്മ കഥാപാത്രം തന്നെയായിരിക്കുമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു സിനിമ കാലഘട്ടം എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ആ ഒരു ലൊക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്തുള്ള സിനിമ അല്ലെങ്കിൽ സീരിയൽ സെറ്റിലൊക്കെ? പണ്ടത്തെ കാലത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതേ സെയിം തന്നെയല്ലേ, പണ്ടായാലും ഇപ്പോഴായാലും ലൊക്കേഷനുകളൊക്കെ ഒരേപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ആർട്ടിസ്റ്റുകളായിട്ടുള്ള പെരുമാറ്റം, അതാണ് കൂടുതൽ സന്തോഷം തരുന്നത്. ഇത് ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടത്തിലത്തെ ഇത്തിരി യങ് ആർട്ടിസ്റ്റുകൾ അവർക്കൊന്നും അത്ര ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത്. പണ്ട് ഞാൻ പലരും സിനിമ സെറ്റിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ഇരുന്ന് സംസാരിക്കും എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ എങ്ങനെയായിരുന്നു ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു ബന്ധമാണ്. സുമാരിയമ്മ അശോകൻ്റെ അമ്മ, ഞാൻ ഹീറോയിൻ്റെ അമ്മയായിട്ട് ഒരു സീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പം അങ്ങനെ പിന്നെ വേറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരത്തിയായിട്ട്. അതൊരു നല്ലൊരു സമയമായിരുന്നു ശരിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെ അങ്ങ് ഒരു അടുപ്പമില്ലാത്ത പോലെയാണ്. അതാ ഞാൻ ചോദിച്ചു വന്നത്, നിങ്ങൾക്ക് ആ ഒരു കാലഘട്ടത്തിലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സിനിമയിലും വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതിൻ്റെ ഒരു ചേഞ്ച് ശരിക്കും മനസ്സിലാവാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ. അതായത് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതൊന്നും ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചിലർ പോയിട്ട് അവരുടെ റൂമിൽ പോയിരുന്നു. ക്യാരവാനൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. അന്ന് ക്യാരവാൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ക്യാരവാനിൽ പോയിരിക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നില്ല. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് അവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണല്ലോ, ഒന്നുമില്ല, ടോയ്ലറ്റ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ 3-4 പേരിങ്ങനെ തുണി മറച്ചു പിടിച്ചിട്ടാണ് യൂറിൻ പാസ് ചെയ്യുക. അത് വെച്ച് നോക്കുമ്പോൾ അത് നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ക്യാരവാനൊക്കെ നല്ലതാണ്. പക്ഷെ അന്ന് അതൊന്നും ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു. ഇപ്പോൾ ഇതിനനുസരിച്ച് ജീവിക്കുന്നു. അതുപോലെ തന്നെ ഈ സീരിയലുകളിലൊക്കെ, സീരിയൽ ഇപ്പോൾ ദൂരദർശനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സീരിയലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കഥയ്ക്ക് പ്രാധാന്യം, അല്ലെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു മാറ്റങ്ങൾ വന്നു സീരിയലിലൊക്കെ. അപ്പോൾ ആ സീരിയലിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? അന്ന് 13 എപ്പിസോഡാണ് സീരിയൽ. മിഖായലിൻ്റെ സന്തതികൾ, പർദീസയിലേക്കുള്ള പാത, ഇതൊക്കെ 13 എപ്പിസോഡാണ്. പക്ഷേ ഒരാഴ്ച, ഇന്ന് തിങ്കളാഴ്ചയാണ് അത് ടെലികാസ്റ്റിംഗ് എന്ന് വെച്ചാൽ അടുത്ത തിങ്കളാഴ്ച വരയ്ക്കും നമ്മളത് നോക്കിയിരിക്കും. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഡെയിലി ടെലികാസ്റ്റിംഗ് അല്ലേ. പിന്നെ കുറേയൊക്കെ ഒരു വലിച്ചു നീട്ടൽ മാതിരി വരും. അതൊന്നും നമുക്ക് അത്ര, അത് അന്നത്തെ ഇത് തന്നെയായിരുന്നു സൂപ്പർ. അതെ, അത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പല പല കഥാപാത്രങ്ങൾ തന്നെ കുറച്ച് ഓവറാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ സീരിയലുകളിലൊക്കെ. ഒരു കാര്യം ഡയറക്ടേഴ്സിൻ്റെ ഇതിലാണത്, അവരുടെ കോസ്റ്റ്യൂമും. ഇന്ന് എങ്ങനെയാ രാവിലെ ഉണർന്ന് നെറ്റ് വരുമ്പോൾ പൊട്ടൊക്കെ കുത്തി കസവസാരി കൊടുത്ത്, അതൊക്കെ ഭയങ്കര മോശമാണ്. ഞാൻ കുറ്റം പറയല്ല, പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ഒരു കഥാപാത്രത്തിനനുസരിച്ച് നമ്മളാവണം, അതാണ് വേണ്ടത്. എന്നാലേ ആ ക്യാരക്ടർ സൂട്ടബിൾ ആവുള്ളൂ. അല്ല, അമ്മ ചെയ്ത് എനിക്ക് തോന്നുന്നു സീരിയലിലെ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ അച്ചമ്മ എന്നുള്ളൊരു ക്യാരക്ടർ, സത്യ എന്ന പെൺകുട്ടിയിൽ, അതിൻ്റെ അടുത്ത് നോക്കുന്ന സമയത്ത്, ഞാൻ അധികം സീരിയൽ കാണുന്ന ഒരാളല്ല, പക്ഷേ ആ ഒരു കഥാപാത്രം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അമ്മ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലമ്മ, നമ്മുടെ കുടുംബത്തിലൊരു അമ്മ പോലെ തോന്നുന്ന ഒരു കഥാപാത്രമായിരുന്നു. ആ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ചിലപ്പോൾ അത് തന്നെയായിരിക്കും. ഏതായാലും ഏറ്റവും കൂടുതൽ സീരിയലിൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു കഥാപാത്രം? സീരിയലിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ മിഖായലിൻ്റെ സന്തതികളിലെ സൂസന്ന ബിജുമേനോൻ്റെ പെങ്ങളാണ്, 5ാമത്തെ മകളാണ് ഞാൻ, ജോസ് പ്രകാശിൻ്റെ. അത് ആ ക്യാരക്ടർ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ ഈ അച്ചമ്മ എന്നുള്ളൊരു കഥാപാത്രം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകരൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയായിരുന്നു. എല്ലാവരും ആ ഒരു കഥാപാത്രത്തെ ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കഥാപാത്രത്തെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? അച്ചമ്മ തന്നെയല്ല, നിലവിളക്ക് സീരിയൽ കണ്ടിട്ടുണ്ടോ മോള്? മുന്നേ ഞാൻ അതിൻ്റെ ഒരു 2-3 എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അധികം അങ്ങനെ സീരിയൽ കാണുന്ന ആളല്ല, പക്ഷേ അതില് ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഹീറോയുടെ അമ്മ. പക്ഷേ ഞാനല്ല അവൻ്റെ സ്വന്തം അമ്മ. ഭർത്താവ് 2ാമത് കല്യാണം കഴിച്ചത് തന്നെ ഈ കുഞ്ഞുള്ള സമയത്ത്. അപ്പോൾ സ്വന്തം ഒരു മകനെ പോലെ തന്നെയാണ് അവനെ സ്നേഹിക്കുന്നതും. അവനും അതെ, അമ്മയാണ്. 13 വയസ്സ് മുതൽ അവൻ ജോലിക്ക് പോകാൻ തുടങ്ങി, കാശ് കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ തരും. അങ്ങനെ അപ്പോൾ എനിക്കും 2 കുട്ടികളുണ്ടായി, ഒരു മോനും ഒരു മോളും. ഈ എൻ്റെ മോൻ, എനിക്കുണ്ടായ മോൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വികൃതിയുള്ള സാധനമാണ്. അവൻ നല്ലവനല്ല, അവൻ്റെ ഭയങ്കര കള്ളത്തരങ്ങളൊക്കെയാണ്. പക്ഷേ ഈ കള്ളത്തരങ്ങൾ ചേട്ടൻ മനസ്സിലാക്കിയിട്ട് അവനെ പിടിച്ച് തല്ലുകയാണ്. അപ്പം ഞാൻ പറയും, അടിക്കല്ലേ മോനെ, അടിക്കല്ലേ എന്ന് പറയും. പിന്നെ അവൻ അടിക്കണ കാണുമ്പോൾ പൊട്ടിത്തെറിക്കുകയാണ്. അതൊരു അമ്മയാണത് ശരിക്കും, അതിന് കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തം മകനെ മറ്റൊരുത്തൻ തല്ലണതാണല്ലോ കാണുന്നത്. പറയും, എടാ നീ എൻ്റെ മോനും അല്ല, ഞാൻ നിൻ്റെ അമ്മയല്ല എന്ന് വിളിച്ച് പറഞ്ഞു പോവുക. അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു ഇതായിരുന്നു അല്ലേ? ഭാഗ്യലക്ഷ്മി എന്ന ക്യാരക്ടർ ഇപ്പോഴും പറയും ആൾക്കാർ, നമ്മുടെ ഭാഗ്യ ചേച്ചിയല്ലേ നിലവിളക്കിലെ. അതാ ഞാൻ പറയാൻ വന്നത്. ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇപ്പോഴും പ്രേക്ഷകർ അല്ലെങ്കിൽ ആളുകൾ വന്നിട്ട് പറയാറുണ്ടോ ചേച്ചിയുടെ, ഇപ്പം പറഞ്ഞല്ലോ ഭാഗ്യ ചേച്ചിയാണെന്ന്? അങ്ങനെ എന്തെങ്കിലും ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? കുറേ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. പക്ഷെ അതിൽ എനിക്ക് ദേഷ്യമുണ്ട്, കുശുമ്പുണ്ട്, വഴക്കാളിയാണ്, എല്ലാം ഉണ്ടെങ്കിലും
അതൊരു നവരസം എന്ന് പറഞ്ഞ മാതിരിയുള്ളൊരു ക്യാരക്ടറായിരുന്നു. എല്ലാം കൂടിയിട്ടുള്ള ഒരു ഇത്. അമ്മയാണ്, അമ്മയ്ക്ക് സ്വന്തം മക്കളോടുള്ള സ്നേഹത്തിലും കൂടുതലും മറ്റൊരു മകനെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ നല്ലൊരു സംഭവമായിരുന്നു അത് നിലവിളക്കിലത്തെ ഭാഗ്യലക്ഷ്മി. അതുപോലെ ഇപ്പോൾ ചേച്ചി ഇപ്പോൾ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സഹോദരിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഏതൊരു ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? എപ്പോഴും നമുക്ക് ഒരു അമ്മയായിട്ട് അഭിനയിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ സഹോദരിയായിട്ട്, അങ്ങനെ എപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും? എനിക്ക് കൂടുതൽ ഇഷ്ടം അച്ചമ്മയായിട്ട് അഭിനയിക്കാം. ആണ്. ഇപ്പോൾ സത്യ എന്ന പെൺകുട്ടിയിൽ സത്യയുടെ അച്ചമ്മയായിരുന്നു. ഇപ്പോൾ ചെയ്യണതും അതുപോലെ ഒരു അച്ചമ്മയാണ്. അപ്പൊ ഈ അമ്മ വേഷങ്ങളിൽ ഒതുങ്ങിപ്പോയിന്ന് എപ്പോഴേലും തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്രയും ചെയ്തിട്ട്? ഇല്ല ഇല്ല. 33 വയസ്സുള്ളപ്പോൾ 95 വയസ്സായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് മുരളിച്ചേട്ടൻ്റെ ഉമ്മയായിട്ട് മഗ്രീബ് എന്ന് പറഞ്ഞ സിനിമ. അന്ന് മേക്കപ്പ് മാൻ വന്ന് മേക്കപ്പ് ചെയ്യും, പല്ലൊക്കെ കറുപ്പിച്ച് കണ്ണിൽ പീളയൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് മേക്കപ്പ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ പറയും ഒന്നും വിഷമിക്കണ്ട. അതുപോലെ എനിക്ക് തലയിൽ ഗ്രേഡ് എന്തൊന്നും ഒരു വിഷമമില്ല എനിക്ക്, നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ടോന്ന് പറയും. പക്ഷെ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, ഗ്രേഡ് ഉണ്ട്. അപ്പം അന്ന് വർക്ക് ചെയ്യുമ്പോൾ മുരളിച്ചേട്ടൻ്റെ ഉമ്മയായിട്ട് വർക്ക് ചെയ്തത് അത് പറഞ്ഞ മാതിരി നല്ലൊരു സംഭവമായിരുന്നു. ഭയങ്കര സ്നേഹമാണ് മകനോട്. ഉപ്പ ഭയങ്കര ഇത്തിരി കണിശക്കാരനാണ്. അപ്പോൾ മോൻ ബോംബെക്ക് പോണ സമയത്ത് കുറച്ച് പൈസയൊക്കെ എടുത്ത് തുമ്മ വെച്ചോട്ടിട്ടാ ഉപ്പ കാണണ്ടാന്നും പറഞ്ഞിട്ട് കൊടുക്കണതൊക്കെ, ചോറ് വാരി കൊടുക്കണതും. മോനും ഭയങ്കര കാര്യമായിരുന്നു ഉമ്മാനെ. അങ്ങനെ അതുപോലെ അഗ്നിസാക്ഷിയിലും അതെ നല്ലൊരു ക്യാരക്ടർ നിത്യാരമ്മയായിട്ട്. അതെ അതെ. ആ ഒരു ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഒരു കഥാപാത്രത്തിന്റെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റെക്കഗ്നൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നല്ലൊരു സിനിമ കൂടിയാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ അഗ്നിസാക്ഷി സിനിമയുടെ ഒരു മെമ്മറി എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കില്ലേ? അഗ്നിസാക്ഷിയിൽ നമ്മുടെ രജത് കപൂർ ആയിരുന്നല്ലോ. അപ്പോൾ ഇവള് തങ്കം ഭക്ഷണം കഴിക്കാണ്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ണി ചെന്നിട്ട് പറയാണ്, തങ്കം വരൂ, ഇത് തൃപ്പങ്കോട്ടപ്പൻ്റെ പ്രസാദമാണ്, വരൂ കഴിക്കൂ. അപ്പം ഞാൻ പാലും കൊണ്ട് ചെന്നപ്പോൾ ഇവള് വാങ്ങണില്ല, കോളേജിൽ പോകാൻ സമ്മതിക്കാണ്ട് അച്ഛൻ തിരുമേനി ദേഷ്യപ്പെട്ട് നിൽക്കുക. അപ്പോൾ അവൾക്ക് ദേഷ്യം വന്ന് അവളൊന്നും കഴിക്കാണ്ടിരിക്കുക. അപ്പം ചെന്ന് പറയണ്ട ഉണ്ണി, അത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ഉണ്ണി നമ്പൂതിരിയായിട്ട് രജത് കപൂറിൻ്റെ അഭിനയവും രാത്രി മുഴുവനും നടന്ന് ഡയലോഗ്സ് പഠിക്കും, പാവം. അല്ല, നല്ലൊരു സിനിമ തന്നെയാണ് അത്. ഇത് ഇപ്പോഴും നമ്മൾ ആ സിനിമ ഞാനും ഇടയ്ക്ക് ഇതെടുത്ത് കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അതിൽ അവരുടെ എല്ലാവരുടെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതെ. എനിക്കൊന്നും അങ്ങനത്തെ ഒരു സിനിമ ഇനി വരുമെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ ഇപ്പോൾ കാലഘട്ടം മാറിയതിനനുസരിച്ച് സിനിമകളുടെ കഥകൾ മാറി, അല്ലെങ്കിൽ സീരിയലായാലും എല്ലാം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു മാറ്റത്തെ ചേച്ചി എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ലെങ്കിൽ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് കേട്ടിട്ടുണ്ട് നോവലായിരിക്കും, പല നോവൽ സിനിമകളായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമകളൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയം. അതെങ്ങനെയാണ് ചേച്ചി നോക്കി കാണുന്നത്? ഇപ്പോഴത്തെ സിനിമകളിൽ അച്ഛനും ഇല്ല, അമ്മയില്ല, പെങ്ങന്മാരില്ല, ഒരു നായകനും നായികയുണ്ടായ കുറേ കൂട്ടുകാരുണ്ടായ സിനിമയായി. പക്ഷെ പണ്ട് അങ്ങനെയല്ല, ഒരു കഥയുണ്ടായിരുന്നു, നമ്മുടെ ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രസമല്ലേ ശരിക്കും. ഇന്നതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമാണ്. ഒരു അമ്മയില്ല, അച്ഛനും ഇല്ല, പെങ്ങന്മാരും ഇല്ല, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പിന്നെ കുറേയൊക്കെ അത് തന്നെയാണ് നടക്കണതും. അതെ അതെ അതെ, അത് തന്നെയാണ് നടക്കുന്നത്, സത്യമാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ പിന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു കഥാപാത്രം ചെയ്തത് നമുക്കൊന്ന് മാറ്റി, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ കഥാപാത്രം നന്നാക്കാമായിരുന്നു തോന്നിയ എപ്പോഴേലും അങ്ങനെ ഒരു മൊമെൻ്റ് എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ അമ്മയ്ക്ക്? ഞാൻ ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് ശ്യാമപ്രസാദിൻ്റെ കയ്യിൽ നിന്ന്. അന്ന് സീൻ തന്നിട്ട് വായിക്കുകയാണ് ഞാനിരുന്നിട്ട്. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു, എന്തിനാ നിത്യാരമ്മ എങ്ങനെ ഇരുന്ന് വായിക്കണേ, അതൊരു 3-4 പ്രാവശ്യം പ്രോമിറ്റ് ചെയ്യുന്നുണ്ട്, 3-4 പ്രാവശ്യം വായിച്ചാലേ അത് മനസ്സിൽ നിൽക്കുമല്ലോ. അത് ശരിക്കും കറക്റ്റായിരുന്നു. അതുപോലെ തന്നെ ഇന്നും എനിക്ക് ആ ഡയലോഗ്സ് കിട്ടിയാൽ എൻ്റെ മനസ്സിൽ നിൽക്കും. അത് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ പ്രോമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കേട്ട് പറയണ്ട. അതാണ് പുള്ളി പറഞ്ഞത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തട്ടുടുക്കില്ലേ, ഞാൻ ക്രിസ്ത്യനല്ല, എനിക്കറിയില്ല അത് ശരിക്കും. പക്ഷേ അത് പറഞ്ഞതിനനുസരിച്ച് ഞാനിങ്ങനെ എടുത്ത് ഉടുത്തു.
അപ്പോൾ ഷോട്ട് എടുക്കാനായിട്ട് ചെന്നപ്പോൾ അസിസ്റ്റൻറ്റിനോട് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, നിത്യാരമ്മയുടെ അടുത്ത് പറയുമോ അതിനൊരു കെട്ട് വെച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ പണ്ടത്തെ നായർ സ്ത്രീകളൊക്കെ ഇങ്ങനെ അതവിടെ മുഴച്ചു നിൽക്കണമെന്ന്, അങ്ങനെയാണെന്ന് അതിൻ്റെ ശരിയായിട്ടുള്ള നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിലൊരു കെട്ട് വെച്ചിട്ട് കൊടുത്തപ്പോൾ ഇവിടെ ഇങ്ങനെ മുഴച്ചു നിന്നു. അപ്പം അങ്ങനെ അത്രയും കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സും വേണം. ഓരോ കോസ്റ്റ്യൂംസ് ചെയ്യണതും മേക്കപ്പ് ചെയ്യണതും. ഓവർ മേക്കപ്പും നല്ലതല്ല, വളരെ നോർമൽ. നമ്മളിപ്പോൾ വീടുകളിലൊക്കെ നിൽക്കുമ്പോൾ സാധാരണ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു പെങ്ങള് എന്തായാലും ആ ഒരു സ്റ്റൈലിലല്ലേ, അതെ അതെ അതെ, അല്ലാതെ ഇപ്പോഴത്തെ മാതിരി പട്ടുസാരി ഞെറിഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. ഇല്ല. അതും അന്നത്തെ ഒരു കഥയ്ക്കും കഥാപാത്രങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളൊരു അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കഥയായിരുന്നു, നേർചിത്രമായിരുന്നു സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുള്ള പോലൊരു, പക്ഷെ നല്ല സിനിമകളും വരുന്നുണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, ആ സിനിമകളും കഥകളൊക്കെ, നിങ്ങളുടെ കഥാപാത്രങ്ങളൊക്കെ. അതുപോലെ അമ്മ സംഘടനയിൽ ഉള്ളതാണ് അത്യാവശ്യം. നമ്മൾ ഇപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കുറേ ഇപ്പോൾ പഴയ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ പഴയ നടിമാർ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ സംഘടനയെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? അമ്മ സംഘടനയെക്കുറിച്ച് പറയാനായിട്ട് വാക്കുകൾ എനിക്ക് കുറവാണ്. കാരണം അതിന് മാത്രം അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറ്റം പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് എന്ത് കാര്യത്തിനും കുറ്റവും കുറവും കാണാനല്ലേ ആൾക്കാർ നിൽക്കുള്ളൂ. പക്ഷേ അമ്മ വളരെ നല്ലതൊരു ഇതിലാണ് ആർട്ടിസ്റ്റുകൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഉപകാരങ്ങൾ. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് മെഡിസിൻ കിട്ടുന്നുണ്ട്, അതും വീട്ടിൽ കൊണ്ടുവന്ന് തരും കൊറിയറായിട്ട്. അതുപോലെ മാസത്തിൽ 1-ാം തീയതി 5000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരും, കൈനീട്ടം. പെൻഷൻ എന്ന് പറയില്ല, കൈനീട്ടം പദ്ധതി. അതെ, അതുണ്ട്. പിന്നെ ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ നീ റീപ്ലേസ്മെൻറ്റിന് തന്നെ 5,35,000 രൂപ അമ്മയാണ് തന്നത്. ബാക്കി കുറച്ചേ നമ്മൾ എടുക്കേണ്ടി വന്നുള്ളൂ. അതൊക്കെ വലിയൊരു സഹായങ്ങളല്ലേ. എവിടെയുണ്ട് ലോകത്തിൽ ഇങ്ങനെ സംഘടന? അതെ അതെ, കുറ്റം പറയാനും കുറേ ആളുകളുണ്ടാവും, സഹായം ചെയ്ത് കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല. അത് അവരറിയണില്ല. ഇല്ല. അത് നമ്മളിങ്ങനെ പറയുമ്പോഴാണ് അറിയുന്നത്. എത്ര പേർക്ക് വീടുകൾ വെച്ച് കൊടുത്തു, അങ്ങനെയൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അമ്മ. അമ്മ തന്നെയാണ് അല്ലേ, നമ്മുടെയൊക്കെ അമ്മ തന്നെയാണ്. അത് ഓരോ പ്രാവശ്യം നമുക്ക് അവിടെ ചെല്ലുമ്പോഴും ആ ഒരു സ്നേഹം. അതെ. പിന്നെ മനുഷ്യരല്ലേ, മനുഷ്യർ പല വിധത്തിലുള്ള ആൾക്കാരാണ്, പല സ്വഭാവക്കാരാണ്. ചിലർ മിണ്ടും, ചിലർ ചിരിക്കും, ചിലരൊന്നും മിണ്ടില്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. പിന്നെ നമ്മളോട് സ്നേഹം കാണിക്കുന്നവരോട് നമ്മൾ സ്നേഹം കാണിച്ച് സംസാരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് ഇനിയിപ്പോൾ ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പല തരത്തിലുള്ള, ഇപ്പോൾ അമ്മ കഥാപാത്രം സഹോദരി ചെയ്തിട്ടുണ്ട്, ഭാര്യ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇനി ഒരു കഥാപാത്രം ചെയ്യണം എന്ന് എപ്പോഴും ആഗ്രഹിച്ച ഒരു കഥാപാത്രം ഏതായിരിക്കും? ഈ പറഞ്ഞ മാതിരി കനൽപ്പൂവിലത്തെ അച്ചമ്മ ഭയങ്കര സ്ട്രോങ് അച്ചമ്മയായിരുന്നു, നല്ലൊരു ക്യാരക്ടറായിരുന്നു. അങ്ങനൊരു സ്ട്രോങ് ആയിട്ട് ഞാൻ കുറേയൊക്കെ സങ്കടത്തിലുള്ളൊരു അമ്മയായിട്ടാണ് അഭിനയിക്കാറ്. ഇതിൽ അതുപോലെയല്ല, അതിന് ഭയങ്കര വ്യത്യാസമുള്ളൊരു ക്യാരക്ടറായിരുന്നു. മക്കളെ ചൊൽപ്പടിക്ക് നിർത്തുന്നതും നല്ല അടി കൊടുത്തിട്ടുണ്ട് മൂത്ത മകന്, അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ എനിക്ക് ഇനിയൊരു ക്യാരക്ടർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തിയായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോഴേ നമുക്ക് അതിൻ്റെത് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്തായാലും അത് നടക്കട്ടെ, അല്ലെങ്കിൽ മകനൊരു പിന്തുണയായിട്ട് അല്ലെങ്കിൽ കരുത്തായിട്ട് ഇനിയും നിൽക്കട്ടെ. അതുപോലെ തന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും. വളരെയധികം നന്ദി.